സ്വന്തം ആറ്റിറ്റ്യൂഡ് അശ്വതി. നമ്മുടെ ഗ്രാമത്തില് ഇന്ന് നടക്കാൻ പോകുന്ന എന്തെന്ന് വെച്ചാൽ ക്രിസ്മസ് ആഘോഷമാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. വെറുതെ പണ്ട് പപ്പ പറഞ്ഞിട്ടുണ്ട്, മുള്ളമ്മന്നിയുടെ കാട്ടുമാക്കന്റെ പടം വിട്ട് ഇങ്ങനെ കണ്ട് പേടിക്കരുതെന്ന്. രാത്രി കിടന്ന് ഞെട്ടത്തില്ലേ എന്റെ മോള്? അയ്യോ, അത് ഞാൻ വീഡിയോ കണ്ടതല്ല. ഞാൻ വീഡിയോ എടുത്തപ്പോ പപ്പ കയറി വന്നതാ. അത് ശരി. അപ്പോ പപ്പ ഇപ്പൊ മുള്ളമ്മന്തി കാട്ടുമാക്കാനൊക്കെ ആയി അല്ലേ? അതിപ്പോ അല്ല, പണ്ട് മുതലേ അങ്ങനെ. അപ്പൊ പപ്പയടുത്ത് നോക്ക ഒരു സ്നേഹം ഇല്ല അല്ലേ? സ്നേഹം ഉണ്ടല്ലോ. ഇല്ല. ഉണ്ടെന്ന്. ഇല്ല. ഉണ്ട് പപ്പ. അങ്ങനെ ഉണ്ടെങ്കിൽ പപ്പ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോ. 1 കോടി രൂപ വേണോ പപ്പയെ വേണോ എന്ന് വെച്ചാൽ മോൾ എന്താ പറയും? 1 കോടി രൂപ വേണമെന്ന് പറയും. കണ്ടില്ലേ? അപ്പൊ പപ്പ അടുത്ത് നമുക്ക് സ്നേഹം ഇല്ല ഞെട്ടല്ലയോ? അയ്യോ, അത് സ്നേഹമില്ലാത്തോണ്ടല്ല. ആ 1 കോടി രൂപന്ന് ഒരു 500 രൂപയുടെ അര മേടിച്ചു വെച്ചാ പപ്പ ഇനി എത്തത്തില്ലേ? എത്തത്തില്ല. അതെന്നാ? അത് പൊട്ടിച്ചതിന്റെ മണം വന്നാലല്ലേ പപ്പ പറന്ന് വരത്തുള്ളൂ. കുട്ടി അകല് പോലും ചിരിക്കാത്ത പപ്പയുടെ കോമഡി കണ്ടില്ലേ ഗായ്സ്? അയ്യോ. അപ്പം ഗായ്സ് ഇന്നെന്താ നടക്കാൻ പോന്നെ? അപ്പൊ 7 സ്റ്റാർ ക്ലബിന്റെ ക്രിസ്മസ് പ്രോഗ്രാമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വരണം, നമുക്ക് ഈ പ്രോഗ്രാം അടിച്ചു പൊളിക്കണം. നോക്കല്ലേ? ആരൊക്കെ വരുന്നുണ്ട് കേട്ടാ? എന്താ താമസിച്ചത്? കുറച്ചു നേരം പ്രതീക്ഷിച്ചല്ലോ. വഴിയിൽ ബ്ലോക്ക് ആയി പോയി സാർ. ആര് ബ്ലോക്ക് ആയി പോയി? സാറേ പിന്നെ സാർ റിട്ടയർഡ് ആയതിനു ശേഷം വലിയ അടിയായി പോയിട്ടോ. ആരൊക്കെ ഇത് പറഞ്ഞു കിടക്കുന്നത്? ഉറങ്ങാൻ നേരത്തെ 2 എണ്ണം. അല്ല, ഞങ്ങൾക്ക് വലിയ അടിയായി പോയിന്ന്. അതാ ഞാൻ റിട്ടയർഡ് ആകുമ്പോഴത്തെ നിങ്ങൾ അടിച്ച് കൂമ്പ് പാട്ടരുത്. എന്റെ സാറെ 2 പേർക്ക് അടിച്ചിട്ട് ബസ്സിന്റെ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതെന്ത്? പോലീസ് നോക്കുന്നു. അത് മര്യാദകളില്ലയോ? എടാ, 2 എണ്ണം അടിച്ചിട്ട് ബസ്സിന്റെ സീറ്റിൽ വലിയ ബഹളവും കാര്യമൊന്നും ഇല്ലാതെ ഇരിക്കാമെന്ന് നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇയാളാ ബസ് ഡ്രൈവറാ. അപ്പൊ നമുക്കിനി അടുത്തതായി നടക്കാൻ പോകുന്നത് നമ്മുടെ 7 ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷമാണ്. നമ്മുടെ ക്ലബിന്റെ ആൾക്കാരൊക്കെ എത്തിച്ചേരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് അടിപൊളി ആക്കണ്ടേ ഗൈസ്? അല്ല മോളെ, ഇത് നമ്മളെ ഈ പ്രോഗ്രാം ഈ ദൂരദർശനത്താണോ കാണിക്കുന്നത്? അതിന്റെ എമ്പളം കിടന്ന് ഓടുന്നുണ്ടല്ലോ. സാറേ ദൂരദർശന്റെ എമ്പളം അല്ല, സാറിന്റെ മോളുടെ മോന്തയാ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കട്ടെ. അപ്പൊ ജോറായിക്കോട്ടെ. അപ്പൊ ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്നും മിസ്സാക്കരുത്. നമ്മുടെ ക്രിസ്മസിന്റെ വീഡിയോ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും അടിച്ചു പൊളിക്കണം. പിന്നെ ഇച്ചിരി വിയർക്കും. ഈ പുല്ലെല്ലാം കൂടെ കേട്ടിട്ടാ ഭയങ്കരമായിട്ട് വേർക്കും. വന്നു കയറി ഒരു 5 ഡയലോഗ് പറഞ്ഞപ്പോ അതുകൊണ്ട് നശിപ്പിച്ചു. ഇല്ലാത്തത് പറയുന്നത് 5 ഡയലോഗ് ഒന്നും പറഞ്ഞില്ല, ഒറ്റ ഒരെണ്ണേ പറഞ്ഞോളൂ. അവന് മീശയും ഇല്ല, ബുദ്ധിയും ഇല്ല. അതെന്താ? അതുപോലും മനസ്സിലായില്ല കിഴങ്ങൻ. അങ്ങോട്ട് മാറുന്നില്ലേ? നിങ്ങൾ 7 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കളിക്കുന്നതിനെക്കാട്ടിയും അടിപൊളിയായിട്ട് ഞങ്ങൾ 11 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈ ക്രിസ്മസ് ആഘോഷം ഇവിടെ അടിച്ചു പൊളിക്കും. മൊലാളി, ഞാൻ കേറ്റി വെച്ചിട്ടുണ്ട്. അതങ്ങ് ഇറക്കി വൈ. എന്നാ എനിക്കൊന്ന് കാണണം. പ്രേമിക്കുമ്പോൾ നീയും ഞാനും വീഴും ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. 11 നീ 7 വന്നിട്ട് 7 വർഷം. ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയല്ലോ. എടി, നമ്മള് പ്രേമിച്ചു നടക്കുന്ന കാലം എത്ര വാഴയ്ക്കാപ്പം ഞാൻ നിനക്ക് മേടിച്ചു തന്നു. 11ലായാലും 7ലായാലും ഗോൾ അടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനാളാ ഇപ്പൊ അവളെ ഭർത്താവ്. അയ്യോ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വാഴയ്ക്കാപ്പത്തെ കാട്ടി അവക്ക് ഇഷ്ടം ഉണ്ണിയപ്പമാണെന്ന്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ 11 തന്നെ ഇവിടെ പരിപാടി നടത്താം. ഒരു കാര്യം, മോള് വീഡിയോ എടുക്കും മക്കളെ. കമന്റ്സ് പറയാൻ കൊണ്ട്. മമ്മി എവിടെ? മമ്മി പറയണ. മമ്മി എവിടെ? മമ്മി എവിടെ? അതങ്ങ് ഈജിപ്തിലല്ലേ? ഇനി മിണ്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഡമ്മി ആക്കും. പറഞ്ഞു മനസ്സിലായല്ലോ. എവിടെ മോളെ മമ്മി? മമ്മി, ഒന്നിങ്ങോട്ട് വരാവോ? മോളെ, ഞാനാണ് പപ്പ. ഇത് പപ്പയാണോ മമ്മിയാണോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാവോ? ഞാനാ പപ്പ. അപ്പൊ ഇത് ഞാനും പപ്പ. എനിക്ക് 2 പപ്പയോ? അവിടെ 2 പപ്പ, ഇവിടെ പപ്പ ഇല്ല. പപ്പയുടെ ഡ്രസ് അല്ലേടാ ഇട്ടേക്കുന്നത്? അതല്ല, എനിക്ക് പപ്പ ഇല്ല. എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അങ്ങോട്ട് മാറിയില്ലടാ പപ്പ ഇല്ലാത്തവനെ. ഓ ഗായ്സ്,
ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. നമ്മുടെ നാട്ടില് 2 ക്ലബ്ബുകളാണുള്ളത്, 7സും 11സും. ഈ 2 ക്ലബ്ബുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ തീരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ നാട്ടിലുള്ളത്. തീരുപോയില്ലയോ എന്നാണ് എനിക്കറിയാൻ മേലാത്തത്. നമുക്കിപ്പോ കാണണ്ടേ ആ പ്രശ്നം തീർത്തേ. അയ്യോ, വട്ടൻകുട്ടൻ. highlighting the year end. ഡിജിറ്റൽ ലോകം ഒന്നാകെ ഒരു വേദിയിൽ ഒരുമിക്കുന്ന നിമിഷം. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക്. ഇതെന്താ പന്തം ഞാൻ വിചാരിച്ചു ചേട്ടനും അനിയനും വന്നു. ആ മറന്നിരുന്ന വലിയ മരുന്നിരുന്ന കടന്ന കൂടില്ലേ അത് ഞാൻ കത്തിച്ച്. ആരും ആടരുത്, ആരും ശബ്ദം വെക്കരുത്, കാൽപാദത്തിന്റെ ഒച്ച പോലും കേൾക്കരുത്. ഒച്ച കേട്ട് കഴിഞ്ഞാൽ കടന്തൽ വരും. ഹാപ്പി ക്രിസ്മസ്. കടന്തലിത് കേട്ടിട്ടില്ല, കടന്തലിത് കേട്ടിട്ടില്ല. പിന്നാമ്പറത്തിട്ട് കുത്തിയേ കടന്തല് കേട്ട് ഓടിച്ചോ. ഓടുന്നേ കടന്തൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചു വിരിച്ച് നിൽക്കണം. നെഞ്ചു വിരിക്കുന്നോടെ തട്ടി കുത്തുന്നോടാ. ആരും ബഹളം വെക്കണ്ട, ഒരു കാര്യം ചെയ്യാ. ആരും ഓടണ്ട, വായിവിടെ എല്ലാവരും ചാക്കോ തുണിയെ പുറത്തോട്, ചാക്കോ തുണിയെ പുറത്തോട്. ഹെൽമെറ്റ് കയ്യിലുള്ളവര്, ഹെൽമെറ്റ് കയ്യിലുള്ളവർക്ക് രക്ഷപ്പെടാം, ഹെൽമെറ്റ് കയ്യിലുള്ളവർക്ക് രക്ഷപ്പെടാം. ഇതെവിടെ കൊണ്ടുപോകുന്നു? അല്ല, ഹെൽമെറ്റ് കയ്യിലുള്ളവർക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞു. നിന്നെ ഞാൻ എന്തോ ചെയ്യട്ടെ? ഇവനെ കരിമൂർക്കം കച്ച് തീരണേ ഇവനങ്ങ്. അയ്യോ, കടത്തല്, കടത്തല്. അയ്യോ. ഒരു ചാക്ക് വിടങ്ങാണ്ടുണ്ടായിരുന്നല്ലേ. എനിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ചേതോതിരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ. എന്റെ ശോഭനയുടെ അതേ സാരി. ശോഭനെ ഇതേതാ ഈ 2 കാല്? ശോഭനെ ചാക്കിന്ന് ഇങ്ങോട്ട് ഇറങ്ങടി. ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തും. ഇറങ്ങടി ഇങ്ങോട്ട്. ഡാടേ ചെറുക്കാ, നീ പോടാ. ശോഭന ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഇങ്ങോട്ട് ഇറങ്ങി. മലയാളി എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ആരടാ നിനക്ക് ഈ സമയത്ത് ഈ ബുദ്ധി പറഞ്ഞു തന്നത്? എടാ, 4 മാസം ഞാൻ കാലൊടിഞ്ഞ് വീട്ടിൽ കിടന്നപ്പോ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോടാ. നാട്ടുകാര് മൊത്തവും എന്നെ വളഞ്ഞിട്ടടിച്ചപ്പം നിനക്ക് ഈ ബുദ്ധി വന്നില്ലല്ലേ? ഇല്ല. ഇപ്പൊ ആരടാ മരക്കഴുത ഈ ബുദ്ധി പറഞ്ഞു തന്നത്? ദൈവം തമ്പുരാൻ തോന്നിച്ചാ മലയാളി. ദൈവം തമ്പുരാൻ, നിന്നെ കുത്തിക്കൊല്ലണ്ട സമയം കഴിഞ്ഞ്. അങ്ങനെ കഴിഞ്ഞല്ലേ? കാൽപാദം കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ പഴയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഒരു പ്രായപൂർത്തിയായ കുട്ടിയുടെ അമ്മയാണെന്ന് ഓർക്കണം. പറയാനുള്ളത് പറഞ്ഞിട്ടും നാണക്കേട് മറച്ചു വെക്കാതെ. എന്നാലും ഞാൻ പറഞ്ഞേക്കാം, നീ വലിയ ബുദ്ധിമതിയാകണ്ട. ഞാൻ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് പാറാവുകാരി പെണ്ണുമുഴുവൻ 15 പേരെ ഞാൻ ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. പാസ്പോർട്ട് സഹിതം ഇല്ലാത്തവർക്ക് ഞാൻ എടുത്തു കൊടുത്താണ് കറങ്ങാൻ പോയത്. എന്നാ വിചാരിക്കും അത് റിട്ടയർഡ് ആവുന്നതിന് മുമ്പാണല്ലോ. തെറ്റി. ഈ റിട്ടയർഡ് സമയത്തുള്ളത് കേട്ടു നോക്കൂ. വേലയ്ക്ക് നിന്ന് നമ്മളെ ജാനമ്മ, അവളമ്മ, അവളെ കുഞ്ഞമ്മ, അവളെ ചിറ്റപ്പൻ, അവരുമായിട്ടൊക്കെ നമ്മൾ ബന്ധം കൂടി ഒരു വിധത്തിലും നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേന് ഈ ജാനമ്മ എന്നിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചപ്പോൾ തന്നെ നീ വിചാരിക്കണം, ജാനമ്മയും ഞാനുമായിട്ടുള്ള പല പല ഫോട്ടോകളും നമ്മളുടെ ക്യാമറയും എല്ലാം കൂടെ ഞാൻ മേശക്കടിയിൽ നേരെ പൂഴ്ത്തി വെച്ചപ്പോണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ജാനമ്മയാണോട്ടൽ കാൽ അവിടെ ഊരി വെച്ച് ഇവിടെ എത്തി.
അതായത് കടന്തലിന്റെ അമ്മേ ഊബി വളർന്നത് ആ പോട്ട് പോണേ. റാണീച്ച ഉണ്ടെങ്കിൽ കൊത്തി എന്നെ മണ്ടേ കൊണ്ടുവച്ച് രക്തം കുടിക്കൂ. അസ്ഥി പോലും ഇതിനെ കൊടുക്കണ്ടേ. രക്ഷിക്കണേ! അയ്യോ അയ്യോ അയ്യോ! മോലാളി ഇറങ്ങു മോലാളി. ചുമ്മാ വീട് കളിക്കുന്നു. കുത്തി ചാവൂല, വീണ് ചാവത്തേ ഉള്ളേ. അപ്പൊ ഗായ്സ്, നാളെ മുതൽ ഈ നാട്ടിൽ 7സും ഇല്ല 11സും ഇല്ല, മുഴുവൻ സമത്വമായിരിക്കും. മനസ്സിലായില്ല. നാളെ എല്ലാവരുടെയും മുഖം ഒരേപോലെ ഇരിക്കും. കോമഡി